ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി വലിയൊരു സഞ്ചിയില് ഒരു ബിഗ് ഷോപ്പറില് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരും. എടാ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇതെന്ന് ചോദിക്കുമ്പോൾ, എടാ പ്രകാശ ഇന്ന് രാത്രി ഒന്നും വെക്കണ്ട, അവിടെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും ഞങ്ങൾക്ക് തന്നു വിട്ടിരിക്കുക. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, രാവിലേക്കുള്ള ഭക്ഷണം മാത്രം നിന്റെ കാര്യം ഞാൻ ഉണ്ടാക്കി വെച്ചാൽ മതി, രാത്രിയിലേക്കുള്ള ഫുഡ് അവര് തന്നോളൂ. മാത്രമല്ല ശമ്പളമായിട്ട് ഞാൻ ഒരു 12,000 രൂപയാണ് ചോദിച്ചത്, പക്ഷെ അവർ 7,000 തരാന്ന് പറഞ്ഞു. എന്തായാലും ഒരു 7,500 തരുമായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, അമ്മ എച്ചില് ആയിട്ടാണോ വന്നത്? എടാ പ്രകാശ, ഇത് ഞാനുണ്ടാക്കിയ ഫുഡാടാ, ഇതെങ്ങനെ എച്ചിലാവുന്നത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ, തിന്നതിന്റെ ബാക്കി തന്നു വിടേണ്ടത് എച്ചിൽ തന്നെയാ. നമ്മൾ ഈ ഫുഡൊക്കെ ബാക്കി വരുമ്പോൾ പട്ടിക്കും പൂച്ചക്കൊക്കെ അല്ലേ കൊടുക്കണത്, അതുപോലെ തന്നെ അവർ നമ്മളെ കാണുന്നത്, നമ്മളെ ഒരു പട്ടീനെയോ പൂച്ചനെ പോലെ അവർ കാണുന്നത് എച്ചില് തന്നെയാന്ന് പറയാണ്. എടാ പ്രകാശ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ്, ഇത് ഒരിക്കലും എച്ചിലാവില്ല, നീ മര്യാദയ്ക്ക് കൈ കഴുകി വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട, അമ്മേ ഞാൻ ഇന്ന് നമ്മുടെ ബാലണ്ണൻ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ബാലണ്ണൻ? അടാ അമ്മേ, മറ്റേ ബാലൻ വർക്ക്ഷോപ്പിൽ. ഓ മനസ്സിലായി. എന്താ അയാളെ വിളിച്ചത്? അതെ അമ്മേ, അയാളുടെ അവിടെ ഒരു പെൺകുട്ടി വന്നിരുന്നു, ഭയങ്കര കാശുകാരിയാന്നാ പറഞ്ഞത്, അവർക്ക് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവറെ വേണം. അപ്പൊ ബാലണ്ണൻ എന്നോട് പോകാവോ ചോദിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു അമ്മേ. ബാലണ്ണൻ പറഞ്ഞത് അവർ എത്ര രൂപയാണെങ്കിലും തരുമെന്നാ പറഞ്ഞത്. എന്തായാലും ഇപ്പത്തെ കാലത്ത് ഡ്രൈവർമാർക്ക് 10-20 രൂപയെങ്കിലും സാലറി ഉണ്ടമ്മേ എന്ന് പറയാണ്. എടാ നിനക്കതിന് പറ്റുമോ? വളയം പിടിക്കാനൊക്കെ നിനക്ക് പറ്റുമോ? നിന്റെ ഹൃദയം നിന്നു പോയിട്ടുള്ളതല്ലോ 2 പ്രാവശ്യം. എൻ്റെ അമ്മേ, അത് എന്തുകൊണ്ടാണ് നിന്നു പോയത്? വിക്രത്തിനെ പോലീസുകാർ വലിച്ചഴച്ച് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന കണ്ടിട്ടല്ലേ എൻ്റെ ഹൃദയം നിന്നു പോയത്. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കണം അമ്മേ. എന്തായാലും ഈ ജോലിക്ക് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കണം അമ്മേ. നമുക്ക് നമുക്ക് ജീവിക്കേണ്ടേ അമ്മേ? നമുക്ക് രണ്ടരക്കുള്ള ചെലവ് തന്നെ ഒരു മാസം 10,000 രൂപയോ. അതിന് പുറമെ നമുക്ക് സേവിങ്സ് വേണ്ടേ? നമ്മുടെ വിക്രത്തിന് നമുക്ക് പുറത്തിറക്കണ്ടേ അമ്മേ? അതിന് നല്ലൊരു വക്കീലിനെയും കാര്യങ്ങളൊക്കെ വെക്കാൻ പൈസ വേണ്ടേ? അതുകൊണ്ട് എന്തായാലും ജോലിക്ക് പോയേ പറ്റുമേ. ആ പെൺകുട്ടിയുടെ നമ്പറും വിസിറ്റിംഗ് കാർഡൊക്കെ ബാലണ്ണൻ തന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ ആ പെണ്ണിനെ വിളിക്കുവാട്ടോ. അപ്പൊ ആ പെണ്ണ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മാഡം, ഞാൻ ബാലണ്ണൻ പറഞ്ഞിട്ട് വിളിക്കുക. ഏത് ബാലണ്ണൻ എന്ന് ചോദിക്കുമ്പോൾ, അത് വർക്ക്ഷോപ്പിലെ ബാലൻ, ഒരു ഡ്രൈവർ വേണമെന്ന് മാഡം പറഞ്ഞല്ലോ. ഓ അത് താനാണോ? ഓ പറഞ്ഞോ എന്ന് പറയാണ്. മാഡം, എൻ്റെ പേര് പ്രകാശൻ എന്നാണ്, ഞാൻ നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാണ്. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ ഡ്രൈവർ എന്ന് മാത്രമേ എനിക്കുള്ളൂ. ലോങ് ട്രിപ്പ് ഒന്നും അധികം ഉണ്ടാവാറില്ല, അതുകൊണ്ട് മിക്കവാറും ഇവിടെ അടുത്തുള്ള ഡ്രൈവിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. തന്നെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളാണെങ്കിൽ താൻ ഒരു കാര്യം ചെയ്ത് വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ കാർഡിലുണ്ട് മാഡം, ഞാൻ കണ്ടു മാഡം. എന്തായാലും താൻ പ്രതീക്ഷിക്കണേക്കാളും ഇരട്ടി സാലറി ഞാൻ തരും കേട്ടോ എന്ന് പറയാണ്. ഓ താങ്ക് യു മാഡം, വളരെ ഉപകാരം മാഡം എന്നൊക്കെ പറഞ്ഞ് പ്രകാശം ഫോൺ വെക്കുവാട്ടോ. അമ്മേ, നമുക്ക് കോൾ അടിച്ചും തോന്നണമേ, നല്ല പെൺകുട്ടിയാണ് തോന്നുന്നത്, നല്ല കാശുകാരി, പൈസ ഒത്തിരി തരാന്നാ പറഞ്ഞിരിക്കണത്, നമുക്ക് നമ്മുടെ മോനെ പുറത്തിറക്കണ്ടേ വിക്രത്തിന്, അതിനുള്ള ഒരു വഴി തന്നെയാണമ്മേ ഇത് എന്ന് പറഞ്ഞിട്ട് പ്രകാശനാകെ സന്തോഷിക്കുവാട്ടോ. അതേസമയം ആ പെൺകുട്ടി നേരെ പോണത് നമ്മുടെ കിരണിന്റെ കല്യാണിന്റെ കൺസ്ട്രക്ഷന്റെ കമ്പനിയിലേക്കാണ്, RS കൺസ്ട്രക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കേണ്ടത്, ഇതല്ലേ RS കൺസ്ട്രക്ഷൻ, കല്യാണിയുടെ ഇവിടുത്തെ MD പേര് കല്യാണി എന്നല്ലേ? അയ്യോ, ഇവിടെ 2 MD കല്യാണി കിരൺ സാറും. ഈ ഇവിടുത്തെ മെയിൻ MD കല്യാണിയല്ലേ? അതെ, പക്ഷെ കിരൺ സാറാണ് കല്യാണി മേഡത്തിന് ഈ കമ്പനി വാങ്ങിക്കൊടുത്തത്. എടോ, ഞാൻ മെയിൻ MDയുടെ കാര്യമാണ് ചോദിച്ചത്, അല്ലാണ്ട് ഈ കമ്പനി വാങ്ങിയതിനുള്ള ഹിസ്റ്ററി ഒന്നും ചോദിച്ചില്ല. അതെ മാഡം, ഇപ്പത്തെ MD കല്യാണിയാണ്. എന്നാൽ അത് പറഞ്ഞാൽ മതി. എവിടെയാ മാഡം, കാണാൻ പറ്റുമോ? അകത്ത് കയറിക്കോളൂ മാഡം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആ പെൺകുട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഹരിയേട്ടൻ വരുന്നുണ്ട്. മേഡമാണ് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചതല്ലേ? അതെ, എൻ്റെ പേര് കാർത്തിക എന്നാണ്. എനിക്ക് മനസ്സിലായി. കല്യാണി മാഡം അകത്തുണ്ടോ? ഉണ്ടല്ലോ മാഡം, ഒന്ന് പോയി നോക്കിക്കേ കാദംബരി എന്ന് പറയുമ്പോഴേക്കും കാദംബരി പോയി നോക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് കല്യാണത്ത് പറഞ്ഞിട്ട്, ആ പെൺകുട്ടി വന്നിട്ടുണ്ട്, വിട്ടോളൂ ചേച്ചി എന്ന് പറയുവാണ്. അങ്ങനെ കാദംബരി പറഞ്ഞിട്ട്, പോയിക്കോളൂട്ടോ മാഡം. അല്ല, നിങ്ങളുടെ പേരെന്താ എന്ന് ആ കാർത്തിക ചോദിക്കുമ്പോൾ കാദംബരി പറഞ്ഞിട്ട്, എൻ്റെ പേര് കാദംബരി എന്നാ. അപ്പോൾ ആ പെൺകുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ, ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു വാത്സല്യം ആ പെണ്ണിന്റെ കണ്ണിൽ വരുന്നുണ്ട്. ഞാൻ കാണാൻ കാത്തിരുന്ന ഒരു മുഖം കൂടി ഞാൻ കണ്ടു എന്ന് ആ പെൺകുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് കാദംബരി നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട്, ശരി ഞാൻ പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. അപ്പൊ കല്യാണി ഉണ്ട് കേട്ടോ. കല്യാണി ഈ പെൺകുട്ടിനെ കാണുമ്പോൾ തന്നെ ആശ്ചര്യത്തോടെ നോക്കുവാണ്. അമ്പലത്തിൽ വെച്ച് കണ്ട പെണ്ണ് എന്ന രീതിയിൽ ഇന്ന് രാവിലെ തട്ടിമറിഞ്ഞതും പൂക്കളെടുത്തതൊക്കെ കല്യാണി ആലോചിക്കുകയാണ്. ആ പെണ്ണ് ചിരിച്ചുകൊണ്ട് കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കല്യാണി വരുമ്പോൾ തന്നെ ചോദിക്കണ്ട്, ആ ഇന്ന് രാവിലെ നമ്മൾ കണ്ട അതെ അതെ എല്ലാ കൂടിക്കാഴ്ചക്കും ഒരു കാരണം ഉണ്ടാവുമെന്ന് പറയാറില്ലേ മാഡം, അത് തന്നെ എന്ന് പറയാണ്. ആ വാ ഇരിക്കൂ മാഡം, എൻ്റെ പേര് കാർത്തിക എന്നാണ്. ഞാൻ പോണ്ടിച്ചേരി തമിഴ്നാട് അങ്ങനെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയാണ്. എനിക്കിപ്പോൾ കേരളത്തിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, കാർത്തിക ഫുഡ് കമ്പനി. അപ്പം അതിൻ്റെ ഇന്റീരിയർ വർക്ക് മാഡം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം ബിൽഡിംഗ് ഒന്ന് കാണണം, ബിൽഡിംഗ് ഒക്കെ എല്ലാം റെഡിയാണ് മാഡം, മാഡം ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയാണ്. അയ്യോ മാഡം ഒന്നും വിളിക്കണ്ട, കല്യാണി എന്ന് വിളിച്ചാൽ മതി. ശരി കല്യാണി, അപ്പോൾ എപ്പോഴാണ് സൗകര്യം വെച്ചാൽ ഒന്ന് വന്നോളൂ എന്ന് പറയാണ്. എന്തായാലും ഞാൻ ഈ ഇത് ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ എന്തായാലും നിങ്ങളുടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കല്യാണി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്ന് ഒരു ചെക്ക് എടുത്ത് കൊടുക്കുകയാണ്. അയ്യോ ഇതൊന്നും ഇപ്പം വേണ്ട, അതല്ല എനിക്ക് കല്യാണിനെ നല്ല വിശ്വാസമാണ്, കല്യാണി വർക്ക് ഏറ്റെടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ചെക്ക് തരുന്നത്, ഇത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് കൊടുക്കണം. കല്യാണി അത് വാങ്ങിച്ച് അവിടേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോയിക്കോട്ടെ, എന്നെ വിളിച്ചാൽ മതി, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം കൈ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും. ആ സമയത്ത് ആ കാർത്തിക മനസ്സിലിങ്ങനെ പറയാണ്, ഈശ്വര ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ കണ്ടു, എൻ്റെ അനിയത്തിയായിട്ടുള്ള ആദ്യ ഉടമ്പടി ഞാൻ നടത്തി, എൻ്റെ അനിയത്തിനെയും ചേച്ചിനെയും എനിക്കിപ്പോൾ കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വളരെ സന്തോഷത്തോട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും കാർത്തിക പോയി കഴിയുമ്പോഴേക്കും കല്യാണി ആ ചെക്ക് നോക്കുവാണ്. ഈശ്വര 50,000 രൂപയോ, ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അഡ്വാൻസ് കിട്ടണത്, ഇത്രയും വലിയ അഡ്വാൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തായാലും നല്ല പെൺകുട്ടി എന്ന് കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, അത് ആരാന്ന് പറയണമെന്നില്ല. ആ മോള് വന്നോ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അതേ ചേച്ചി, ഓമന ചേച്ചി, ഞാനിന്നൊരാളെ കണ്ടു. ആരെ? നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആരെയാണോ അയാളെ ഞാനിന്ന് കണ്ടു, അയാൾ മിക്കവാറും ഇന്ന് വരും. ഇവിടേക്ക് വരും? അതെ, പ്രതികാരം ഓരോന്നായിട്ട് ചെയ്യണ്ടേ, അയാൾ ഇന്ന് വരും, ചേച്ചിക്കും അയാളെ നേരിട്ട് കാണാം എന്ന് ആ പെൺകുട്ടി പ്രതികാരത്തോട് ഒരു ഇതോട് കൂടി തന്നെ പറയുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ ഉടുത്തൊരുങ്ങി നിശ്ചയത്തിന് കൂടാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വിവാഹ നിശ്ചയം. ശരിക്കും പറഞ്ഞാൽ 6 മാസമായിരുന്നു എൻ്റെ കണക്ക്, ഇവിടെ ഇപ്പോൾ 1 വർഷമായി പോയി. കുഴപ്പമില്ല, ഇടയിലൊരു ഡോണയുടെ വിവാഹം മുടങ്ങിയോണ്ട് എന്തൊക്കെ പ്രതിസന്ധികളാ, എന്തായാലും എത്രയും പെട്ടെന്ന് പോകണം, മുഹൂർത്തത്തിന്റെ സമയം എന്ന് പറഞ്ഞിട്ട് മനോഹർ പോകാൻ പോകുമ്പോൾ സരിയു പറഞ്ഞിട്ട്, അല്ല മനുവേട്ടൻ ഇത് ആരുടെ സംസാരിക്കുന്നത്, അത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നു, ഇത്രയും സുന്ദരിയും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് തന്നതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുമായിരുന്നു, ഇനി വരുന്ന ജന്മങ്ങളിൽ സരിയു തന്നെയായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ സരിയു പെട്ടെന്ന് മനോഹറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ മനോഹർ മനസ്സിൽ വിചാരിക്കണ്ടേ, നീ ഇപ്പൊ കെട്ടിപ്പിടിച്ചോ, പക്ഷെ അടുത്ത ദിവസം വേറൊരാൾ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. നല്ല മണമൊക്കെ ഉണ്ടല്ലോ, ഇന്നും മനുവേട്ടനെ കണ്ട ഒരു മണവാളച്ചെക്കനെ പോലെയുണ്ട്, എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ചോദിച്ചത്? അല്ല ആ ഒരു ഗെറ്റപ്പ് ഞാൻ ചുമ്മാ ചോദിച്ചത്. അതേ സരിയു തമാശക്ക് പോലും അങ്ങനെ ചോദിക്കരുത് കേട്ടോ എന്ന് പറയുവാണ്. എൻ്റെ മനസ്സിലും ഹൃദയത്തിലും പുറമേയും എല്ലാം എൻ്റെ സരിയു മാത്രമേ ഉള്ളൂ എന്നറിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ അടുത്ത ജന്മത്തും അതിൻ്റെ അടുത്ത ജന്മത്തും മോള് തന്നെയാ എൻ്റെ ഭാര്യ എന്ന് പറയാണ്. മനുവേട്ട ഞാനും കൂടി വന്നോട്ടെ? എവിടേക്ക്? അല്ല താഴെ ഗേറ്റ് തുറക്കാൻ വരാം. മോളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതേ മോളുടെ വയറ്റിലെ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പാണ്, അല്ലാണ്ട് എൻ്റെ ഹൃദയമെടുപ്പും എൻ്റെ നെഞ്ചത്തും കിടക്കലല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അതല്ല മനുവേട്ട ഞാനും കൂടി നിലത്ത് വരെ വന്നോട്ടെ? വന്നോളൂ എന്ന് പറയാണ്. അല്ലെങ്കിൽ എനിക്കും കൂടി മനുവേട്ടനോട് വരണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ മതിയായി മനുവേട്ട, ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറയാണ്. അയ്യോ മോളു അങ്ങനെ ഒരിക്കലും പറയരുത്, നമ്മുടെ അച്ഛനും അമ്മയും വസിക്കുന്ന സ്ഥലം നമുക്ക് എപ്പോഴും ദേവാലയമാണ്, പിന്നെ ഇതെനിക്കൊരു ദേവാലയമാണ്, എൻ്റെ സരയു മോൾ ഒരു ദേവിയല്ലേ, അപ്പോൾ അതൊരു ദേവാലയമാണ്. മനുവേട്ട സത്യം എനിക്കിവിടെ മതിയായി, അമ്മയുടെ അച്ഛൻ്റെ സ്വഭാവം കൊണ്ട് മതിയായി എന്ന് പറയുകയാണ്. നമുക്ക് രണ്ടുപേരും കൂടെ അമേരിക്കയിൽ പോയാലോ? മോള് നോക്ക്, ഫ്ലൈറ്റ് പോകുമ്പോൾ കുഞ്ഞിൻ്റെ ചിലപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്, നല്ലൊരു ഫ്ലൈറ്റ് വരട്ടെ, ഞാൻ മോളെയും കൊണ്ട് പോകാം കേട്ടോ. ശരി എന്ന് പറയാണ്. അങ്ങനെ മനു അവിടെ നിന്ന് യാത്ര ചെയ്ത് നേരെ പോണത് നിഷയായിട്ടുള്ള വിവാഹ നിശ്ചയത്തിനാണ്. അപ്പം നിഷയുടെ അമ്മയച്ഛനും പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിവാഹ നിശ്ചയം നടത്തുന്നത്, സാധാരണ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടാണ് നടത്തുന്നത്, ബന്ധുക്കളൊക്കെ പരിഭവത്തിലാണ്, അതിനിപ്പോൾ അമ്മയെ നോക്ക്, എൻ്റെ അച്ഛനമ്മയും വരാൻ പറ്റില്ലോ, അവർ കല്യാണത്തിനല്ലേ വരുള്ളൂ, അപ്പൊ നമുക്ക് കല്യാണത്തിന് എല്ലാവരെയും വിളിക്കാം, അതുപോലെ എന്ന് പറയാണ്. അത് മതി എന്ന് പറയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു വണ്ടി മുമ്പിലേക്ക് വരുവാണ്, അത് കല്യാണിയുടെ വണ്ടിയാട്ടോ. കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മനോഹർ ഇങ്ങനെ തിരിയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.